ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയും വെള്ളമൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനിതിൻ്റെ റീല് പോസ്റ്റ് ചെയ്തിരുന്നു. നമുക്ക് തലേദിവസം ചായക്കുള്ള പാല് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഓർഡർ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നമ്മുടെ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന്. അതുപോലെ ജിയോ മാർട്ടിൽ നിന്നൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ചിലപ്പോൾ അത് ഈവനിങ്ങിലൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇവിടെയും നല്ല ഡിസ്കൗണ്ട് സമയങ്ങളിലാണ് ഞാൻ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് പാല് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്യാൻ പോയപ്പോൾ കുറച്ചധികം ഓഫറുകൾ കണ്ടുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചായ വയ്ക്കലും പരിപാടിയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് പുതിനയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായയിൽ പുതിനയിട്ട് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു കുപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് പുതിന ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ആ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു കവറുണ്ടല്ലോ, അതിന് കുറച്ച് ദ്വാരമൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഏറ്റവും അടിയിലുള്ള ഒരു തട്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ മല്ലിയില ഓൾറെഡി വാങ്ങിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മല്ലിയിലയും പുതിനയിലയൊക്കെ ഇങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാൻ വെക്കണം എങ്ങനെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. ഞാനിങ്ങനെയാണ് വെക്കുന്നത്. കുറച്ച് നാളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ, ഒത്തിരി ദിവസമൊന്നും ഇരിക്കില്ല. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ പുതിന ഇട്ട് ചായയൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മൾ ആ കൂടെ വാങ്ങിച്ചതിലൊരു 1/2 കിലോയിൽ താഴെയുള്ളൂ ചിക്കൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് നിന്ന് അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ചിക്കൻ കറിയും കൂടെ റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇന്നിപ്പോൾ അതാണ്. അപ്പം വൈകുന്നേരത്തേക്ക് വേറെ എന്തെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ കൊച്ചുങ്ങൾക്ക് മാത്രം എടുക്കുകയും ചെയ്യും, പിന്നെ അപ്പനും കഴിക്കില്ലല്ലോ, അതുകൊണ്ട് അത്രയും മതിയാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ചിക്കൻ കറി റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാക്കി നമ്മുടെ വലിയ ജീരകവും കടുകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വഴറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ ചിക്കൻ കറി വെക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ട് വെക്കുന്നവരും ഉണ്ട് കേട്ടോ. ഭൂരിഭാഗം ഇങ്ങനെ വെക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വെക്കുന്ന റെസിപ്പി എങ്ങനെയാണെന്നൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം ഞാനിവിടെ വലിയ ഉള്ളിയാണ് മുഴുവൻ എടുത്തേക്കുന്നത്, ചെറിയ ഉള്ളി പകുതി ചേർക്കുന്നവരുണ്ട്. പിന്നെ ഇന്നിവിടെ തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ ചേർക്കുന്നത്, അല്ലെങ്കിൽ അരച്ച് ചേർക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ വോയിസ് പറയുമ്പോൾ എനിക്ക് നല്ല ശ്വാസം മുട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു നിന്ന് പോകണത് കേട്ടോ. അപ്പോൾ സോറി. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അതുപോലെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണെന്നുള്ളത്. പിള്ളേർക്ക് ആർക്കും എരി പറ്റില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തും എടുക്കാറുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയുടെ വില ഓർക്കുമ്പോൾ നമുക്ക് പാടാണ്, എന്നാൽ ചിക്കനൊക്കെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മീൻ കറിക്കൊക്കെ ആണെങ്കിലും ഭൂരിഭാഗവും കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അല്ലാതെ അവർ കൂട്ടില്ല എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാ മുളക് പൊടി ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിയുമ്പോഴാണ് കേട്ടോ ഞാനിതിലിട്ട് ഉപ്പിടുന്നത്. ചില ആളുകൾ സവോള വഴറ്റുമ്പോൾ തന്നെ ഉപ്പിടുന്നുണ്ട്, പക്ഷേ എനിക്ക് ഈ ഒരു സമയത്താണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത് ഇഷ്ടം. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാല പൊടിച്ച്, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിക്കാതെ ഒരു അല്പം നേരം ഒന്ന് മൂടി വെക്കും, അടി പിടിക്കാതെ പെട്ടെന്ന് തന്നെ. എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായിട്ട് വന്നിട്ടുണ്ടാവും ആ ഗ്രേവി. പിന്നെ അതിലിട്ട് നമ്മൾ ചിക്കൻ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയ പീസുകളായിട്ട് നല്ല ചിക്കനാണ് കേട്ടോ ഇങ്ങനെ വാങ്ങിക്കുന്നത്. നല്ല ഫ്രഷ് ആയിരിക്കുകയും ചെയ്യും. അതുപോലെ വലിയ ഒത്തിരി ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വിനാഗിരിയൊക്കെ ഒഴിച്ചൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ടിരിക്കും. അതുപോലെ നല്ല വലിയ കഷ്ണങ്ങളും നല്ല പീസുകളും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു പെട്ടെന്നൊരു അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. നിങ്ങളിങ്ങനെ പർച്ചേസ് ചെയ്യാറുണ്ടെങ്കിൽ എന്ന് പറയാം കേട്ടോ. എനിക്ക് തോന്നുന്നു ടൗൺ ഏരിയയിലൊക്കെയാണെന്ന് തോന്നുന്നു ഇത് കൂടുതലും കിട്ടുന്നത്. ഇൻസ്റ്റാമാർട്ടിൻ്റെ അതുപോലെ ജിയോ മാർട്ടിൻ്റെ ഒക്കെ സർവീസ് ഡെലിവറി ഉള്ളത് ടൗൺ ഏരിയയിലാണെന്ന് തോന്നുന്നു. അതിന് ശേഷം എല്ലാം കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഇല്ലാതെയും വെക്കാം, പക്ഷേ അത് കൂടെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെ അടി പിടിക്കുമല്ലോ. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി തന്നെ കുക്ക് ചെയ്ത് എടുക്കാറുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ എനിക്കത് പറ്റില്ല. നോക്കിയിരിക്കാൻ കുഞ്ഞ് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആ പുറകെ പോകണമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിനകത്തോട്ട് നല്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂടി വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടോ. അപ്പോൾ കൊച്ചുങ്ങൾക്ക് ഉച്ചക്കത്തേക്കുള്ള ഇത് അവർക്ക് വൈകുന്നേരത്തേക്കൊക്കെ ഉള്ളത് ആയി കേട്ടോ. അപ്പോൾ അവർ ഹാപ്പിയാണല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയൊരു പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ അവരുടെ കാര്യമൊക്കെ. പിന്നെ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് കുഞ്ഞേട്ടനും വലിയേട്ടനും ഒക്കെ കൂടെ പോകാറായപ്പോഴത്തേനും മുത്തുമണി എഴുന്നേറ്റ് വന്നു കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അവൾ താമസിച്ചാണ് ഇറങ്ങി വരാറുന്നത്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. ഇപ്പം നേരത്തെ എഴുന്നേറ്റ് വന്നു. ഇന്നത്തെ വീഡിയോ അല്ലേ, ഇപ്പോൾ സ്കൂളൊക്കെ അടിച്ച് അവർ വീട്ടിലിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ, സ്കൂളിലുണ്ടായിരുന്ന ദിവസത്തെ വീഡിയോ ആണ്.
അപ്പോൾ വലിയേട്ടൻ പോകാറാകുമ്പോഴത്തേനും ആളുടെ മൂഡൊക്കെ മാറും. പിന്നെ കുഞ്ഞേട്ടനൊന്ന് നേരത്തെ പോകണമായിരുന്നു, അതുകൊണ്ട് രണ്ടുപേരും ഒരുപോലെ റെഡിയായി. അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേനും ആൾക്ക് കൂടെ പോകണം കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കയ്യെ പിടിച്ചുകൊണ്ട് പോകണതാണ്. എന്തൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് കയറി പോരാതെ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് വലിയേട്ടൻ അങ്ങോട്ട് പോയപ്പോഴത്തേന് എപ്പം മുത്തുവാണി കരഞ്ഞാലും ആ കരച്ചിൽ മാറ്റി ഏറ്റവും എടുക്കാനാണ് കേട്ടോ നമ്മുടെ കുഞ്ഞേട്ടൻ. അപ്പോൾ മുത്തുവാണി അങ്ങോട്ട് പോയപ്പോഴത്തേന് സൂത്രം പറഞ്ഞ് പിടിച്ചുകൊണ്ട് വരും. എന്നാലും മുത്തുവാണിയുടെ നോട്ടം അങ്ങോട്ടാണ്. കരയുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വാരി കൂട്ടി എത്ര കരച്ചിലുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കുഞ്ഞേട്ടന് കരച്ചിൽ മാറ്റും കേട്ടോ. അപ്പോൾ അത് അവിടെ കരയുന്ന കണ്ട് അവന് പറ്റുകയില്ല. അപ്പോഴത്തേനും പുറകോട്ട് ഓടുന്നു, ബഹളം വെക്കുന്നു. അതൊക്കെ കേട്ടപ്പോൾ പെട്ടെന്ന് കുഞ്ഞിൻ്റെ ശ്രദ്ധ അങ്ങോട്ട് മാറി കരച്ചിൽ മാറും കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് വീണാൽ പോലും പെട്ടെന്ന് കരയുമ്പോഴത്തേ ഓടി എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ പെട്ടെന്ന് കരച്ചിൽ പറ്റാതെ അവന് ഭയങ്കര ഒരു കഴിവാണ് കേട്ടോ, ഞങ്ങളെക്കാളും കൂടുതലായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങളും മക്കളുടെ. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച് എല്ലാവരും വീട്ടിലുണ്ട്. പിന്നെ നാളെ കുഞ്ഞേട്ടൻ്റെ സ്കൂളിലെ ഓണപരിപാടികളൊക്കെയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുക. അപ്പോൾ മക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് ഒരു ലൈക്കും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ബൈ.